എല്ലാ ജോലിയും കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ മോളിതാ വന്നിട്ട് പറയണം, അമ്മ എനിക്ക് വയറ് വിശക്കണു, എന്തെങ്കിലും ഉണ്ടാക്കി തരൂ. എന്തോ ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ ഇരുന്നാലും ഓക്കെ ഡൺ, നീ വാ, ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഇത് ചോറ് മാത്രമേ മിച്ചമായിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് ആ ചോറ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. 2 സവാള താഴത്തെ പെട്ടിയിൽ നമുക്ക് 2 സവാള പൂക്കാം. പിന്നെ ഇനി അടുത്ത ടാസ്ക്കാണ് 1 ടാസ്ക്. അത് നിരന്തരം അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ പല ടെക്നിക്സും ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് വർക്കായിട്ടില്ല. കണ്ണിൽ നിന്ന് വെള്ളം വരും. പിന്നെ അടുത്ത് നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സി നമുക്ക് പയ്യെ കവറിൽ നിന്ന് എടുക്കാം. മിക്സി എടുത്തുകൊണ്ട് ഇതിനകത്ത് വെച്ച് അരപ്പൊന്നും നടക്കില്ല. നമ്മുടെ അടുക്കള വന്നിട്ട് ലിമിറ്റഡ് എഡിഷനാണ്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതുകൊണ്ട് നേരെ എടുത്തുകൊണ്ട് ഇങ്ങ് ഹാളിൽ വരാം. അന്ന് മിക്സിയിൽ വെച്ച് ചോറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല ഇതായതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പരുവത്തിന് കിട്ടും. ഇതിനെ ഇനി നമുക്കിനി ഒരു ചരുവത്തിലോട്ടാക്കാം. ചരുവത്തിലോട്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള, ഇഞ്ചി പച്ചമുളക്, പിന്നെ 2 സ്പൂണ് റവ, 2 സ്പൂൺ അരിപ്പൊടി, ഇത് ഇത്രയായിട്ട് നന്നായിട്ടിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാരോടൊക്കെ ദേഷ്യമുണ്ടോ അവരെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് അന്തസ്സായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല ഇതാക്കി എടുക്കണം. നമ്മളപ്പോഴും വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ വെള്ളത്തിന് ആവശ്യം വന്നു, ശകലം വെള്ളം ഒഴിക്കേണ്ടി വന്നു. വെള്ളം ഒഴിച്ചു, എല്ലാം ഒഴിച്ച് നമ്മൾ കുഴച്ച് സെറ്റാക്കി ഇങ്ങനെ വച്ചിട്ടുണ്ട്. വച്ച് വീണ്ടും വെള്ളത്തിൻ്റെ ആവശ്യം വന്ന് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മൾ ഒരു കാര്യം ഇട്ടാൻ മറന്നുപോയി, ഉപ്പിട്ടില്ല. ഉപ്പിട്ട് പിന്നെയും നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഉപ്പിൻ്റെ കാര്യം മറന്നുപോയി. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഇതായതിന് ശേഷം നമുക്കിനി 5 മിനിറ്റ് ഈ ഇങ്ങനെ ഉരുള വരണ രീതിയിലാക്കിയിട്ട് നമുക്കിനി 5 മിനിറ്റ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു വട ഉണ്ടാക്കി തരണം പറഞ്ഞ ആളിനെ നോക്കിയപ്പോൾ അവിടെ കിടന്ന് നല്ല കളിയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ശകലം മല്ലിയിലയും കൂടി പിച്ചിട്ട് നന്നായിട്ട് കുഴച്ചുരുട്ടി നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വന്ന് വീണ്ടും ഉണ്ടാക്കി തരാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പാൻ അടുപ്പിലോട്ട് വയ്ക്കുക. എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണോ ഉണ്ടാക്കാം. ഇത് സ്പെഷ്യലായിട്ട് വേറൊന്നുമില്ലല്ലോ. നമുക്കതുകൊണ്ട് ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഉണ്ടാക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ഉഴുന്നുവടയുടെ ഷേപ്പിലാവുമ്പോഴത്തേക്കും പിള്ളേരെ പറ്റിക്കുകയും ചെയ്യാം. വടയെന്നും പറഞ്ഞു ഉഴുന്നുവടയുടെ ഷേപ്പിൽ അങ്ങോട്ട് ഉണ്ടാക്കി ഇടുക. നല്ല രീതിക്ക് ഉണ്ടാക്കി ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മൾ പാത്രം നിറച്ച് ഇങ്ങനെ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് തീ ആക്കി വയ്ക്കണം. ഹൈ ഫ്ലെയിമിലോട്ടായാൽ കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മൊരിച്ചെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അപ്പോഴത്തേക്കും ഒരു വട എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ ഇതെന്താ സയാമീസ് ഇരട്ടകളാണ്. പിന്നെ എനിക്ക് അതിനെ പിരിച്ചിടാം എന്ന് പറഞ്ഞ് വട ഉണ്ടാക്കാൻ തന്ന ആളിൻ്റെ അടുത്ത് പോയി വട കൊണ്ട് കൊടുത്തപ്പോൾ അടുത്ത ഡിമാൻഡ് ചായ വേണം. ചായ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം വട സൂപ്പർ. പിന്നെ ഇനി അടുത്തിന് ചായ കൂടി ഇട്ട് കൊടുക്കാം. ചായ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങിയിരിക്കുന്നു. നമുക്കിവിടെ ആസാമിൽ ഇങ്ങനത്തെ പാലാണ് കിട്ടുന്നത് കേട്ടോ. പാലൊക്കെ തിളച്ച് വന്നു, ചായ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചായയും കൊണ്ട് ആളെടുത്ത് പോവാം. ചായ ഇവിടെ കൊണ്ടുവന്ന് ചായ വെച്ചിട്ട് ഞാൻ വടയുടെ പാത്രത്തിലോട്ട് നോക്കിയപ്പം വടയുടെ എണ്ണം എല്ലാം കുറഞ്ഞു. വട ഇതെവിടെ പോയി, വല്ല പൂച്ചയായിട്ട് കട്ടെടുത്തോന്നും പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ കള്ള ലക്ഷണത്തിൽ നോക്കിയിരിക്കും. ആ ടൈം കൊണ്ട് മോൻ ഉറക്കം എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ മോനും വട കഴിച്ചു. മോൻ വട കഴിച്ച് ലാസ്റ്റ് ഒരു ചിരി കണ്ട് എങ്ങനെ